ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ അത്ര ആക്റ്റീവായിട്ടുള്ള വീഡിയോസ് തരണമെന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ കുറേ മാറിപ്പോയേക്കുമായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ വന്നിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃപാസനത്തെക്കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ്. നമ്മുടെ ജോസഫ് അച്ഛൻ കൃപാസനത്തെക്കുറിച്ചൊരു അപ്ഡേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പം വന്നിരിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളൊക്കെ തന്നിട്ട് നമ്മുടെ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വളരെ ആക്റ്റീവായിട്ട് പോകുന്ന കൃപാസനത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കൃപാസനം ഒരു അനുഭവം എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. 24/7 പോകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് പ്രാർത്ഥനാ നിയോഗ സമർപ്പണങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഒത്തിരി ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. ഏകദേശം 207 പേരോളം നമുക്കുണ്ട്. 250 മെമ്പർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിഷൻസ് നമ്മൾ മാറ്റുന്നതായിരിക്കും. കാരണം നമ്മൾ ചെറിയൊരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. കൃപാസന മാതാവിനെ നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പം ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ വെക്കുന്നവർക്കൊക്കെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ രാവിലെ 5 മണിക്കും 6 മണിക്കും തുടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് UK ടൈമിലും അയർലൻഡ് ടൈമിലൊക്കെ സ്റ്റിൽ കണ്ടിന്യൂ പ്രേയർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കുരിശിന്റെ വഴി, ബൈബിൾ വായന, അതുപോലെ തന്നെ വചനം കൊന്ത, കരുണക്കൊന്ത, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് പോകുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ്. ഒരുപാട് പേര് അതിൽ അംഗങ്ങളായിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട്. നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല. 8921958862 എന്ന ഇന്ത്യൻ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടാൽ മാത്രം മതി. ഡയറക്റ്റ് ആയിട്ട് ഞാൻ വഴിയായിരിക്കും നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുന്നത്. മറ്റുള്ള നമ്മുടെ ലിങ്ക് പോയാൽ തന്നെയും നമ്മുടെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടാണ് നമുക്ക് അപ്രൂവൽ കിട്ടുന്നത്. പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ justinlois228861@gmail.com എന്ന ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്ന ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്ന ആള് കുടുംബത്തിലേക്കുള്ള ആളുകൾക്കായിട്ട് മൊത്തം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ഛൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണോ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്ന, പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ആ വ്യക്തി തന്നെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനകൾ പാലിച്ച് ഉടമ്പടി പൂർത്തിയാക്കുക എന്നുള്ള വലിയൊരു കാര്യം അച്ഛൻ പറയുന്നുണ്ട്. സാധാരണയായിട്ട് അപ്പോൾ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരു മകൻ പേരെന്താണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവന് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് അമ്മയാണ് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ പ്രത്യേകം ഓർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആർക്കാണോ നിയോഗങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിയോഗങ്ങൾ വെക്കുന്ന ആ വ്യക്തി തന്നെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പാലിച്ച് പ്രാർത്ഥന ചെയ്തു പോകണം എന്ന് അച്ഛൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പോയ സമയത്ത് ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരാളാണ് ഉടമ്പടി എടുക്കാവുള്ളൂ. ആ ഉടമ്പടി എടുത്തിട്ട് ആ കുടുംബത്തിലുള്ള പല ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ആളുകളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് വീഡിയോയിൽ അച്ഛൻ പറയുന്ന ആ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ആർക്കാണോ നിയോഗങ്ങൾ സാധിച്ചു കിട്ടേണ്ടവർ അവര് മസ്റ്റായിട്ട് തന്നെ പോയിട്ട് ഉടമ്പടി എടുക്കുക, അവര് തന്നെ പ്രാർത്ഥിക്കുക എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു OET എക്സാം എഴുതാൻ പോകുന്ന ഒരു പെൺകൊച്ച് അല്ലെങ്കിൽ ആൺകൊച്ച് ആരെങ്കിലും ആയിക്കോട്ടെ, അവര് പഠിത്തമൊക്കെ ആയതുകൊണ്ട് അവർ തിരക്കായിരിക്കും. ഒരു പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അമ്മ ഉടമ്പടി എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി അത് മാറി അവർ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന അച്ഛനടുത്ത് വളരെ വ്യക്തമായിട്ട് എക്സാമ്പിളോട് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രത്യേകം ഓർക്കുക, നമ്മൾ ഉടമ്പടി എടുക്കേണ്ട ആളുകൾ ഉടമ്പടി എടുക്കുക, അതിനുശേഷം അവർ നിയോഗങ്ങൾ വെക്കുന്ന ആൾ തന്നെ അത് പാലിച്ചു പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ആശ്രയമാകുന്ന ഒരു അമ്മയാണ് കൃപാസന അമ്മ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ഒരു അമ്മയെ എത്തിക്കുക എന്നുള്ള വലിയൊരു സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, എൻ്റെ ഗ്രൂപ്പിലുള്ളവർ നിൽക്കുന്നത്, എൻ്റെ യൂട്യൂബ് ചാനലുള്ളവർ കുറേ അധികം പേര്
നിൽക്കുന്നത് ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഈ ഒരു വലിയ ദൗത്യം നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കൃപാസന മാതാവിന്റെ കൃപ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് കിട്ടട്ടെ, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, മാതാവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ W Mallu World, and come and join with us in the WhatsApp group കൃപാസനം ഒരു അനുഭവം.